നമസ്കാരം. വനത്തിലൂടെയുള്ള ഒരു യാത്ര അതാർക്കാണ് ഇഷ്ടമല്ലാത്തത്, പ്രത്യേകിച്ച് വയനാട്ടിലേക്ക്. പക്ഷേ ഇപ്പോൾ വയനാട്ടിലേക്ക് പോകണമെങ്കിൽ ചുരം കയറി പോകണം. എന്നാൽ വയനാട്ടിലേക്ക് ചുരമില്ലാതെ വനത്തിലൂടെ യാത്ര ചെയ്യാനാകും. 1 മണിക്കൂർ കൊണ്ട് വയനാട് എത്താൻ പറ്റും. യാഥാർത്ഥ്യമാകാത്ത ചുരമില്ലാത്ത വയനാട്. ഫോർ ദ പീപ്പിൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം യാഥാർത്ഥ്യമാകാത്ത വയനാട് വിലങ്ങാട് ചുരമില്ലാത്ത റോഡ്. വളയം കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാട് പാനോത്ത് നിന്നും വയനാട് ജില്ലയിലേക്കുള്ള നിർദ്ദിഷ്ട ചുരമില്ലാത്ത റോഡ് യാഥാർത്ഥ്യമാകാതെ നീളുന്നു. 1977 വനം വകുപ്പ് മന്ത്രിയായിരുന്ന കാന്തലോട്ട് കുഞ്ഞമ്പു ആയിരുന്നു ഈ റോഡിന്റെ സാധ്യതകൾ പഠിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനായി മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ഫണ്ട് അനുവദിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ 40 വർഷം വിലങ്ങാട് നിവാസികൾ കയറിയിറങ്ങാത്ത മന്ത്രിമാരുടെ ഓഫീസില്ല. എന്നിട്ടും ഒരു മന്ത്രിയും കനിഞ്ഞില്ല. 1979 കുഞ്ഞാമ്പു കേരള വനം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഈ നിർദ്ദിഷ്ട റോഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ തുടർച്ചയായിട്ട് 2016 നമ്മൾ കോഴിക്കോട് വെച്ച് നടന്ന BJPയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി എത്തിയ സമയത്ത് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ കൂടിയിട്ട് പ്രധാനമന്ത്രിക്കും പിന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും ഈ റോഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംബന്ധിച്ച് നല്ലൊരു വ്യക്തമായിട്ടുള്ളൊരു നിവേദനം മുഖാന്തരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറുപടി ഏകദേശം എത്താനാവുന്നേ ഉള്ളൂ. നമ്മൾ ഏറെ പ്രതീക്ഷയോടെയാണ് ആ നിവേദനം നൽകിയിരിക്കുന്നത്. അതിന് മറുപടി തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ വേറൊരു സ്ഥലത്തും ഇല്ലാത്ത അത്രയും സുന്ദരമായ റോഡ് ഈ കാടിനുള്ളിൽ കിടപ്പുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ റോഡിനെക്കുറിച്ച് അറിയേണ്ടടുത്ത് ഇതുവരെ ഈ റോഡിൻ്റെ അവസ്ഥ എത്തിപ്പെട്ടിട്ടില്ല. കുറേ ആൾക്കാർ നടന്നു, കുറേ മന്ത്രിമാർ വന്നു, കുറേ രാഷ്ട്രീയ പാർട്ടികൾ യോഗം കൂടി, പഞ്ചായത്ത് തലത്തിൽ യോഗം കൂടി, ജില്ലാതലത്തിൽ യോഗം കൂടി, പല സ്ഥലത്തും ആൾക്കാരെ ഒരുമിച്ച് കൂടി യാത്ര നടത്തി പദയാത്ര നടത്തി എന്നുള്ളതല്ലാണ്ട് കാര്യങ്ങളിലേക്ക് ഇതുവരെ നടന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വെച്ചാൽ ഈ റോഡ് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ റോഡിനെയും താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിനെ വെല്ലുന്ന ഒരു റോഡ് കേരളക്കരയിലെ കാട്ടിലുണ്ടാകുകയില്ല. വിലങ്ങാട് പാനോത്ത് നിന്ന് തുടങ്ങി വയനാട് ജില്ലയിലെ തൊണ്ടർനാട് പഞ്ചായത്തിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ കുങ്കിച്ചിറ വഴി കുഞ്ഞോത്ത് എത്തിച്ചേരുന്ന പഴശ്ശിരാജ റോഡിന്റെ ആകെ നീളം 6940 മീറ്റർ മാത്രം. ഇതിൽ 2600 മീറ്റർ നീളത്തിൽ 1969 സർക്കാർ തേക്ക് പ്ലാന്റേഷനിലൂടെയും 2281 മീറ്റർ നീളത്തിൽ വനഭൂമിയിലൂടെയും 6 മീറ്റർ വീതിയിൽ റോഡ് നിലവിലുണ്ട്. ശേഷിക്കുന്ന 2 കിലോമീറ്റർ മാത്രമാണ് പുതിയ റോഡ് വെട്ടേണ്ടത്. വഴിയിൽ കണ്ടിവാതുക്കൽ, ചിറ്റാരി, മാടാഞ്ചേരി, പറക്കാട്, പന്നിയേറി, കുറ്റല്ലൂർ, ഉരുട്ടി, അടുപ്പിൽ, വായാട്, മട്ടില്ലം കോളനി, ചാപ്പ കോളനി, കുഞ്ഞോ കോളനി, ചിറക്കൽ കോളനി, ആലാറ്റിൽ കോളനി അടക്കം 14 ആദിവാസി കോളനികൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ബ്രിട്ടീഷുകാർക്ക് നേരെ യുദ്ധം ചെയ്ത സമയത്ത് ഞങ്ങൾ വേർവിട്ട് പോയതാണ്. കുറച്ച് ആൾക്കാർ കാട്ടിൽ കൂടെ യുദ്ധം ചെയ്ത് അവർ കാടന്മാരായിപ്പോയി. കുന്നുമറിഞ്ഞ് യുദ്ധം ചെയ്തിട്ടുണ്ട്. അവർ കുന്നിൻ്റെ താഴെ കുന്നൻ കുറിച്ചന്മാരായി തീർന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ കിഴക്ക് ദിശയിൽ നിന്ന് യുദ്ധം ചെയ്ത് അവർ കിഴക്കൻ കുറിച്ചർ എന്ന് ഞങ്ങൾ പറയുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കുറിച്ചൻ ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത് അങ്ങനെ ബ്രിട്ടീഷുകാരുടെ യുദ്ധത്തിൽ ഞങ്ങൾ വേർപെട്ട് പോയതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ റൂട്ട് തെളിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഗുണമായിരുന്നു. ഞങ്ങൾ എല്ലാ ആളുകളായിട്ടും വീണ്ടും ഒന്നും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് പോകാൻ ഒരു സൗകര്യപ്രദമായിരുന്നു. പഴശ്ശിരാജാവിന്റെ തേരോട്ടക്കാലത്ത്, ഭാരത സ്വാതന്ത്ര്യ സമരക്കാലത്ത് ചരിത്രത്തിൽ ഇടം പിടിച്ച പഴശ്ശിരാജ കുറിച്യ പോരാട്ടങ്ങൾ നടന്ന പ്രദേശമായതിനാൽ ഈ റോഡിന് പഴശ്ശിരാജ റോഡ് എന്ന നാമകരണം ചെയ്യപ്പെട്ടു. ഈ റോഡ് കടന്നുപോകുന്ന വഴിയിൽ നാനാഭംഗി തുളുമ്പി നിൽക്കുന്ന വൻമരങ്ങളും പാറകളും നിരവധി അപൂർവ മരങ്ങളും ചെറുപാറകൾക്കിടയിലൂടെ ഒഴുകുന്ന തോടുകളും നമുക്ക് കാണാം. 2004 വയനാട് തൊണ്ടർനാട് പഞ്ചായത്ത് റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര യോഗം ചേരുകയും മീറ്റിംഗിലെ 143/04/10 നമ്പർ പ്രകാരം റോഡ് നിർമ്മിക്കാനുള്ള ഭൂമി പൊന്നും വിലക്കെടുത്ത് വനം വകുപ്പിന് കൈമാറാനും ഇതിനുള്ള പണം പൊതുജനങ്ങളിൽ നിന്ന് കണ്ടെത്താനും തീരുമാനിച്ചിരുന്നു. ഇതുമായി അന്നത്തെ വനം വകുപ്പ് മന്ത്രിക്ക് പഞ്ചായത്ത് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 3003/2009 ഓർഡർ പ്രകാരം വനഭൂമിയിൽ സർവേ നടത്തുകയും സംസ്ഥാന പാതയായി വികസിപ്പിക്കാവുന്ന ഏറ്റവും ലാഭകരമായ പാതയാണെന്നും 4.3488 ഹെക്ടറിൽ വനഭൂമിയിലൂടെ 6948 മീറ്റർ നീളത്തിൽ റോഡ് നിർമ്മിച്ചാൽ ചുരമില്ലാത്ത പാത വഴി കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിരുന്നു. നാടിൻ്റെ വികസനം വളരെയധികം പുരോഗമനമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ പോകുന്നത് തൊട്ടിൽപ്പാലം വഴി ആണ്. ഇപ്പം എല്ലാം ചുരം കയറിയിട്ടാണ് പോകുന്നത്. അതിന് പകരമായിട്ട് ചുരമില്ലാതെ തന്നെ
എളുപ്പത്തിൽ എത്താവുന്ന ഒരു റോഡ് ആണിത്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാദാപുരം മണ്ഡലത്ത് തന്നെ വലിയൊരു വികസനത്തിൻ്റെ ഒക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഷോർട്ട് ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണിത്. ഇത് പിന്നെ ഇതിലെ റൂട്ട് പോവുകയായിരുന്നെങ്കിൽ വയനാട് കോളനിക്കും പിന്നെ വയനാട് ചെരക്കൽ കുറച്ച് കോളനിക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ആദിവാസി മേഖലയ്ക്ക് തന്നെ ഒരു നേട്ടമായിരിക്കും ഈ റൂട്ട്. ഈ റോഡിന് വേണ്ടി നാട്ടുകാർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചെങ്കിലും നാദാപുരത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചു വന്ന വനം വകുപ്പ് മന്ത്രിയായ ബിനോയ് വിശ്വം ഈ പാതയ്ക്ക് വേണ്ടി ഒന്നും നടത്തിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിലങ്ങാട്ടെത്തിയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാട്ടുകാർക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു. താൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ വിലങ്ങാട് വയനാട് പാത യാഥാർത്ഥ്യമാകുന്നതിനായിരിക്കും മുൻഗണനയെന്ന് പറഞ്ഞിരുന്നു. ജയിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഈ വഴിക്ക് കണ്ടിട്ടേയില്ല എന്നാണ് പ്രദേശവാസികളുടെ പരിഭവം. നിലവിലുള്ള MP വരെ പല പ്രാവശ്യം കൊടുത്ത് പറഞ്ഞിട്ടുള്ള ഇതുവരെയും കണ്ടിട്ടില്ല. ഇതൊക്കെ എത്തിക്കേണ്ട സമയത്ത് എത്തിക്കാൻ വേറെ ആരെ എത്തിക്കുക? ഇവിടുത്തെ നിലവിലെ കഴിഞ്ഞ പ്രാവശ്യം ബിനോയ് വിശ്വം ഇവിടെ MLA മന്ത്രി അയാൾ കൂടിയിട്ട് ഇവിടെ ഇരുന്ന് പഞ്ചായത്തിൽ വാണിമ പഞ്ചായത്തിൽ വെച്ച് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ആലോചിക്കാമെന്ന് പറഞ്ഞോളൂ. ആലോചിച്ച് പോയി. ആളെ ആക്ഷേപിച്ച് പറയുന്നല്ല, ചെയ്തില്ല എന്നുള്ള. പക്ഷേ ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ 1,700 മാത്രമേ റോഡ് വെട്ടേണ്ടുള്ളൂ. ഇത് വനഭൂമിയിൽ ഒരു സംസ്ഥാന പാത. മാറി മാറി വരുന്ന സർക്കാരുകളാണ് ഇതിന് വിലങ്ങുതടിയാകുന്നത്. എന്താണ് ഇതിന് കാരണം? ഇതിനു പിറകിലായി ഞങ്ങളുടെ അന്വേഷണം. ഈ കാനനപാത വഴിയായിരുന്നു സ്വതന്ത്ര ഭാരതത്തിനു മുൻപുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ നിലനിന്നിരുന്ന കാലത്ത് വയനാട് നിന്ന് കുരുമുളക്, ഇഞ്ചി, ഏലം മുതലായ സുഗന്ധദ്രവ്യങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പോർച്ചുഗീസുകാർ വായാട് വനം വഴി കാനനപാതയിലൂടെ കുറിച്ചിരെയും പണിയാരെയും ഉപയോഗപ്പെടുത്തി തലച്ചുമടായി വിലങ്ങാട് എത്തിച്ചു. കുതിരവണ്ടിയിൽ തലശ്ശേരി കടപ്പുറത്തേക്ക് എത്തിച്ചിരുന്നു എന്നും ഐതിഹ്യം പറയുന്നു. അറബികൾ കുരുമുളക് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ച നടപ്പാതയാണ് സത്യത്തിൽ വഴിത്താര. അതായത് വെള്ളിയോട് പള്ളിയുടെ അവിടെ ഇവർ വരികയും അവിടെ തമ്പടിക്കുകയും അവിടുന്ന് പിന്നെ വയനാട്ടിൽ പോയി കുരുമുളക് കൊണ്ടുവന്ന് അത് തലശ്ശേരിയിലെത്തിച്ച് അങ്ങനെ കപ്പൽ മാർഗം കൊണ്ടുപോയിരുന്നു എന്ന കൃത്യമായ ഒരു ചേട്ടൻ തന്നെ പറയുന്നുണ്ട്. അതാണ് ഈ റോഡിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു തുടക്കം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ആധുനിക കാലത്ത് നമ്മൾ പറയുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പ്രകൃതിക്ക് നാശം അല്ലെങ്കിൽ വനഭൂമി നഷ്ടപ്പെടുന്നു. പിന്നെ ബഡ്ജറ്റ്, പിന്നെ ഇതിൻ്റെ ഉപയോഗ സാധ്യത. ഈ 3 കാര്യങ്ങൾ നോക്കിയാലും ഇതിനോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു റോഡ് തൽക്കാലം നമുക്ക് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു റോഡും ഇതിനോട് എത്തുകയില്ല. കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളെ ഏറ്റവും നീളം കുറഞ്ഞ മാർഗത്തിൽ ബന്ധിപ്പിക്കുന്നതും കോഴിക്കോട് മൈസൂർ അന്തർ സംസ്ഥാന പാതയായി എളുപ്പത്തിൽ വികസിപ്പിക്കാവുന്നതുമായ ഈ റോഡിന്റെ വ്യാവസായിക പ്രാധാന്യവും തള്ളിക്കളയാവുന്നതല്ല. കൂടാതെ തലശ്ശേരി, വിലങ്ങാട്, വയനാട്, മൈസൂർ റെയിൽപാതയും വളരെയധികം ലാഭകരമായി നിർമ്മിക്കാം എന്നുള്ളതും ഈ റോഡിന്റെ പ്രത്യേകതകളായി നിലകൊള്ളുന്നു. വയനാടും കോഴിക്കോടുമായിട്ട് ഇത്ര അടുത്ത ഒരു വ്യാപാര ബന്ധമൊക്കെ വന്നാൽ ഒരുപാട് സാധ്യതകൾ നമുക്ക് മുന്നോട്ട് കണ്ടെത്താൻ കഴിയും. മറ്റൊരു കാര്യം, ആദ്യമായിട്ട് തലശ്ശേരിയിൽ നിന്ന് വയനാട്ടിലേക്ക് ഒരു റെയിൽപാളത്തിൻ്റെ അല്ലെങ്കിൽ റെയിൽപാതയുടെ ഒരു പ്രപ്പോസൽ വന്നത് ഈ വഴിക്കായിരുന്നു. പക്ഷേ അത് പിന്നെ എവിടെയോ മുങ്ങിപ്പോയതാണ്. ഇപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നല്ല ഗോഡ് ഫാദേഴ്സ്, അതായത് ഈ റോഡ് വേണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടാൻ പറ്റുന്ന രാഷ്ട്രീയമായ ശക്തികൾ നമ്മുടെ പിന്നിലുണ്ടെങ്കിൽ ഇപ്പോഴും ഈ റോഡിന് സാധ്യതയുണ്ട്. ഈ റോഡ് എത്തി കഴിഞ്ഞാൽ ഏകദേശം 14 ആദിവാസി ഗിരിവർഗ കോളനികളെ ബന്ധിപ്പിക്കുന്നതും വ്യവസായ അടിസ്ഥാനത്തിൽ ഏറെ സൗകര്യമുള്ളതും ടൂറിസം മേഖലയ്ക്ക് വളരെയേറെ സാധ്യതയുള്ള ഒരു റോഡാണിത്. സംസ്ഥാനത്തെ ഇതര ജില്ലകളിൽ നിന്ന് വയനാട്ടിലെത്തണമെങ്കിൽ താമരശ്ശേരി ചുരം, കുറ്റ്യാടി ചുരം, പാൽ ചുരം, നാടുകാണി ചുരം എന്നിവയിലൊന്ന് കയറണം. അതുമല്ലെങ്കിൽ വളഞ്ഞു മൂക്കുപിടിക്കുന്നത് പോലെ കർണാടകയിലൂടെ എത്തണം. ജില്ലയിൽ നിന്ന് പുറത്തേക്കും ചുരങ്ങൾ ഒഴിവാക്കിയുള്ള യാത്ര എളുപ്പമല്ല. ചുരപ്പാതകളിൽ വാഹനത്തിരക്ക് ഏറിയതാണ് ലക്കിടിയിൽ നിന്നും അടിവാരത്തേക്കുള്ളത്. മഴക്കാലങ്ങളിൽ മണ്ണിടിഞ്ഞും പാറകൾ വീണു ഉണ്ടാകുന്ന ഗതാഗത തടസ്സം യാത്രക്കാരെ വിഷമത്തിലാക്കുന്നത് പതിവായപ്പോൾ തുടങ്ങിയതാണ് ചുരമില്ലാ പാതയ്ക്കായുള്ള മുറവിളി. ഇന്നും അത് മുഴങ്ങുന്നതല്ലാതെ ബദൽ പാത യാഥാർത്ഥ്യമായിട്ടില്ല. പൂഴിത്തോട് പടിഞ്ഞാറേത്തറ ചുരമില്ല പാതയെക്കുറിച്ചായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ ഭരണകർത്താക്കളുടെ വാഗ്ദാനങ്ങൾ പറഞ്ഞതല്ലാതെ ഒന്നും നടപ്പിലായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുഞ്ഞോം, വിലങ്ങാട് ബദൽ പാതകളുടെ പേരിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് പണി തുടങ്ങിയിട്ടില്ല. 23 കിലോമീറ്റർ വരുന്ന ഈ റോഡിൽ 8 കിലോമീറ്റർ വനമാണ്. ഏകദേശം 51 കോടി രൂപയാണ് നിർമ്മാണ ചെലവിനായി വരുന്നത്. റോഡിൽ വനത്തിലൂടെയുള്ള ഭാഗത്ത് നിർമ്മാണത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി വേണം. ഇത് ലഭിക്കാത്തതാണ് റോഡ് പണിയുന്നതിനുള്ള തടസ്സമായി നിൽക്കുന്നത്. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണോ ഇത് സാധ്യമാകുന്നത് ആ തരത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഇതിപ്പം ഫോറസ്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ടാണ്, നമ്മുടെ പഞ്ചായത്തിൻ്റെ അധീനമല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് തരത്തിലാണ്, നമുക്കിപ്പോൾ പഞ്ചായത്ത് മാത്രം വിചാരിച്ച കാര്യമില്ല, അത് MP ആയിട്ടും MLA ആയിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് സാധ്യമാവും.
അപ്പോൾ അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, അവരെ വിളിച്ചൊന്ന് എല്ലാവരും കൂടെ ആലോചിച്ച് എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് നമ്മളിപ്പം ആലോചിക്കുന്നത്. 1977 ബഹുമാനപ്പെട്ട കുഞ്ഞമ്പു മന്ത്രിയായിരുന്ന കാലത്ത് അതിനുള്ള അത്യാവശ്യമുള്ള എത്ര 15 രൂപയോ മറ്റോ ഫണ്ടിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ ഇതിനെക്കുറിച്ച് ഇവിടുത്തെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും ഒത്തുകൂടിക്കൊണ്ടൊരു സമരം നടത്തി കഴിഞ്ഞപ്പോൾ സർക്കാരിൻ്റെ വകയിൽ തന്നെ ഇത് സർവേ നടത്തി അനുയോജ്യമായ റോഡാണെന്നുള്ള റിപ്പോർട്ട് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ വരെ ഞങ്ങളുടെ അടുത്തുണ്ട്. പക്ഷേ ഇതാരോ എവിടെയോ മുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ റോഡിനെക്കുറിച്ച് മുമ്പ് ആദ്യം പറഞ്ഞ ആൾ ജോസഫ് പറഞ്ഞ പോലെ ഈ റോഡിനെക്കുറിച്ച് യഥാർത്ഥമായ വിവരങ്ങളിൽ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ദാരുണമായ പ്രശ്നം കൊണ്ടാണ് ഈ റോഡില്ലാതെ വരുന്നത്. ഈ റോഡിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വയനാട്ടിലെ കണ്ടെയ്നർ റോഡിലേക്ക് ഒരു തടസ്സവും കൂടാതെ പോകാൻ കഴിയുന്ന ഒറ്റ ചുരം പോലും ഇല്ലാതെ കടന്നു പോകാൻ കഴിയുന്ന ഒരു റോഡ് വയനാട്ടിലേക്കുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ 4700 റോഡ് കൃത്യമായിട്ടും മരം മുറിച്ച് 68 മരം മുറിച്ച് തേക്ക് വെച്ച് അതിൻ്റെ അവിടം വരെ തേക്ക് പ്ലാന്റേഷനാണ്. എന്നാൽ റിസർവ് മറ്റു മരങ്ങളല്ല പോകുന്നത്. അതിന് ഒന്നേ തന്നെ വീതി കൂട്ടിയാൽ പോലും പോകേണ്ടത് തേക്ക് മരം മാത്രമേ ഉള്ളൂ സർക്കാരിൻ്റെ. അത് ഒന്നിട വിട്ട് മരങ്ങൾ അവർ മുറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിലൊന്ന് റോഡ് സൈഡിലുള്ള മരം മുറിച്ചാൽ ആ പ്രശ്നം തീരും. പിന്നെ വന്നിട്ട് പോയിട്ട് 1 കിലോമീറ്റർ 700 മീറ്ററേ ഉള്ളൂ ആകെ ബാക്കി പുതിയതായിട്ട് റോഡ് വെട്ടാൻ. ബാക്കി കുങ്കിച്ചിറയിൽ നിന്നും 900 മീറ്റർ വരെ നിലവിൽ റോഡില്ല. പക്ഷേ മരങ്ങളില്ലാത്ത ഒരു റോഡുണ്ട്, വഴിയുണ്ട്. ആകെയുള്ള ഈ റോഡിന് വയനാട്ടിലേക്ക് ആകെ വെട്ടേണ്ട റോഡ് ഇപ്പം നിലവിൽ വാഹനം പോകാൻ ഈ 4700 കാട് വെട്ടിയാൽ കാറ് പോകുന്ന റോഡാണ്. ഇപ്പോൾ ഈ മണ്ണിട്ട് ഇപ്പം നിങ്ങൾ ഈ നിലവിൽ നിൽക്കുന്ന ഈ കല്ലിലെ മണ്ണ് മഴ പെയ്ത് ഒലിച്ചു പോയതേ ഉള്ളിലേക്ക് വാഹനം കാറ് പോകുന്നതാണ്. ഇവിടുന്ന് എല്ലാ വാഹനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ 68 മുതലുള്ള റോഡാണിത്. അന്ന് മുതൽ ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ബാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഈ നാടിനും ഈ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ല ഏത് ജില്ലയിൽ നിന്നും വയനാട്ടിലേക്ക് ഇത്രയും സൗകര്യപ്രദമായി പോകാൻ കഴിയുന്ന ഒരു റോഡ് കണ്ടെത്താൻ കഴിയില്ല. ഞങ്ങൾക്ക് സ്വാധീനം ചെയ്യാനിടുമ്പോൾ ജോർജ് മാഷ് നമ്മുടെ മെമ്പർ പറഞ്ഞതുപോലെ ഗോഡ് ഫാദർമാരില്ല. വനഭൂമിയിലൂടെയാണ് മറ്റു സർവേ നടന്ന ബദൽ പാതകളും കടന്നുപോകേണ്ടത്. മേപ്പാടി, കള്ളാടി, ആനക്കാംപൊയിൽ തുരങ്കപ്പാത വനം ഒഴിവാക്കി നിർമ്മിക്കാമെന്ന് അധികാരികൾ വാഗ്ദാനം നൽകിയിട്ടും നടന്നിട്ടില്ല. ഇത്തരം പദ്ധതികളെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനുള്ള മറ്റൊരു ഏർപ്പാടായി കാണുന്നവരും കുറവല്ല. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള പഴശ്ശിരാജയുടെ സ്മരണകൾ ഓർമ്മിച്ചുകൊണ്ടുള്ള ഈ റോഡ് ഏകദേശം 7 കിലോമീറ്റർ ദൂരമാണ് ഇവിടുന്ന് വയനാടേക്കുള്ളത്. അതിൽ 2.5 കിലോമീറ്ററോളം റോഡ് 1969 തേക്ക് പ്ലാന്റേഷനിലൂടെ നിലവിൽ മൺ റോഡുണ്ട്. അതിൽ 2.5 കിലോമീറ്ററോളം റോഡ് വനഭൂമിയിലൂടെ അതും നിലവിലുണ്ട്. ബാക്കി ഏകദേശം 3 കിലോമീറ്ററോളം റോഡ് മാത്രമേ നമുക്ക് ഇതിനുവേണ്ടി സർക്കാർ വകുപ്പിൽ നിന്ന് നമുക്ക് അനുവദിച്ച് നൽകേണ്ടതുള്ളൂ. വയനാട് നിന്ന് എളുപ്പത്തിൽ കർണാടകത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സംസ്ഥാന പാത, വലിയൊരു വികസനം ഇതിന് പിറകിൽ മറഞ്ഞിരിക്കുന്നു. ആരാണ് ഈ വികസനത്തിന് തടസ്സം നിൽക്കുന്നത്? എന്താണ് അവർക്ക് പറയാനുള്ളത്? ഫോർ ദ പീപ്പിളിനും ആകാംക്ഷയുണ്ട് ജനങ്ങൾക്കൊപ്പം. നിർമ്മാണത്തിന് 2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുക കൂടി ചെയ്തതോടെ പാതകളിൽ ഒന്നെങ്കിലും യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷ ഉയർന്നിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും നടന്നില്ല. അതീവ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായ കുന്നത്തിടവക, പുതുപ്പാടി, കോടഞ്ചേരി വില്ലേജുകളിൽപ്പെടുന്ന ഭൂമിയാണിത്. സ്ഥലം വിട്ടുകൊടുക്കാൻ പ്രദേശവാസികൾ തയ്യാറാണെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏറ്റെടുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. പക്ഷേ ഈ കടലാസുകളെ ലേഡിലോ മുക്കിക്കളിയുന്നോ എന്താക്കുന്നത് തിരിയുന്നില്ല. കടലാസും കാര്യങ്ങളൊക്കെ റെഡി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു അറിയിപ്പ് പിന്നീട് ഉണ്ടാകുന്നില്ല. തലമുറകൾ തന്നെ ഇതിനു വേണ്ടി മെനക്കെട്ടിട്ട് ഇന്നേ വരെ ഇതിനൊരു ഒന്നും കണ്ടിട്ടില്ല പ്രതിവിധി. എൻ്റെ അച്ഛനും അച്ചാച്ചന്മാരെല്ലാം ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ച്, പക്ഷേ നടന്നില്ല. പിന്നോക്കാവസ്ഥയുടെ മലമുകളിൽ നിന്ന് ഒരു ജില്ലയ്ക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ പുതിയ വഴികൾ തുറന്നു കൊടുക്കണമെന്ന സർക്കാരിന്റെ വാഗ്ദാനം 1 ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. ഭൂമി അക്വയർ ചെയ്യാനുള്ള നടപടികളും തുടങ്ങിയിട്ടില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പ്രദേശവാസികളും ഉദ്യോഗസ്ഥരും വിവിധ സംഘടനകളും നിർദ്ദേശിച്ച ബദൽ റോഡുകളിൽ ഒന്നായിരുന്നു ഇത്. ഈ ബദൽ റോഡിന് 2012 സംസ്ഥാന സർക്കാർ 68 കോടി രൂപ അനുവദിച്ചിരുന്നു. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വനഭൂമിയിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത്. റോഡ് നിർമ്മാണത്തിന് മുന്നോടിയായി വനഭൂമി അടക്കമുള്ള പ്രദേശത്ത് ആകാശ സർവേ നടത്താനും തീരുമാനിച്ചെങ്കിലും നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ നമുക്ക് ഗിരിവർഗ സഹോദരങ്ങളെ മറക്കാൻ പറ്റുകയില്ല. കാരണം അവർക്ക് അവരുടേതായ ഒരു തനതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ വനത്തിലൂടെയുള്ള റോഡ് ഏറ്റവും ചുരുങ്ങിയ ദൂരം ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന അവർ കഴിഞ്ഞിട്ട് മറ്റാരും ഉള്ളൂ. ഒന്ന്, ഇവിടെ ഈ ആദിവാസികൾ കോളനി ബേസിൽ താമസിക്കുന്നവർ തമ്മാമിൽ അവരുടെ ചാർച്ചക്കാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തൊക്കെ പോകാൻ ഉപയോഗിക്കുന്ന നടപ്പാതയാണിത്. അപ്പോൾ ഏറ്റവും ദൂരം കുറവ്, അതായത് 6-7 കിലോമീറ്റർ പരമാവധി 6 കിലോമീറ്റർ സംതിങ് 600 ഉള്ളൂ.
കുങ്കിച്ചിറ വരെയുള്ള റോഡ്. കുങ്കിച്ചിറയുടെ ചരിത്രപ്രാധാന്യത്തെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം പഴശ്ശിരാജായുടെ പടയോട്ട കാലത്ത് തുടങ്ങിയുള്ള ചരിത്രാവശിഷ്ടമാണ് കുങ്കിച്ചിറ. അതിപ്പം വളരെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു റോഡിൻ്റെ സാങ്കത്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒന്ന് ബഡ്ജറ്റ്, 2 പ്രകൃതിക്ക് വരുന്ന നാശം, 3 ഇതിന് എത്ര മാത്രം സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാവിയിൽ ഇത് എത്ര ഗുണകരമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 വസ്തുക്കൾ പരിശോധിച്ചാലും ഈ റോഡ്, അതായത് വയനാടുമായിട്ട് കോഴിക്കോട് ജില്ലയെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ റോഡ് എന്നുള്ള നിലയിലും ബഡ്ജറ്റിൽ ഏറ്റവും കുറഞ്ഞ ചിലവ്. കാരണം ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് പല റോഡുകളുടെയും തുക കേൾക്കുമ്പോൾ തന്നെ വലിയ ഭീമമായ ഒരു തുക അതിന് വേണ്ടി വരുന്നുണ്ട്. ഇതിപ്പോൾ നിലവിൽ 5 കിലോമീറ്റർ റോഡ് കൃത്യമായിട്ടുണ്ട്. ആ റോഡിൽ പൊന്തക്കാടുകൾ മാത്രമേ ഉള്ളൂ, മരങ്ങൾ നശിക്കാനില്ല. പിന്നെയുള്ള ആകെ ഒരു 1.5 കിലോമീറ്റർ റോഡിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വനഭൂമി നശിക്കൂ എന്നുള്ള പ്രശ്നം. അപ്പോൾ ആ വനഭൂമി നശിക്കുന്നതിന് ഈ 2 പഞ്ചായത്തുകൾ, വാണിയ പഞ്ചായത്തും തൊണ്ടനാട് പഞ്ചായത്തും പണ്ടേ തീരുമാനിച്ചിരിക്കുന്നതാണ്. എത്ര വനഭൂമി നഷ്ടപ്പെടുന്നു അതനുസരിച്ച് ഞങ്ങൾ വനം വെച്ച് പിടിപ്പിച്ചോളാമെന്ന് നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകേണ്ട രോഗികൾ പോലും വയനാട് ചുരത്തിൽ കുടുങ്ങിപ്പോകുന്ന പതിവുമുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്കും വിമാനത്താവളത്തിലേക്കും വരുന്നവരുടെ യാത്രയും മുടങ്ങും. ദുരന്തങ്ങളുണ്ടായാൽ അടിയന്തര നടപടി കൈക്കൊള്ളാനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങളൊന്നും നിലവിലില്ല. ഇത്തരം പ്രയാസങ്ങൾക്ക് ഏക പോംവഴി ബദൽ റോഡുകളാണ്. നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ. ഒന്നെന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പിൽ റോഡ് തുറക്കണം താല്പര്യം ഉണ്ടായിരുന്നൊരു കാലഘട്ടം വന്നിരുന്നു. അതിനെ ബന്ധപ്പെട്ടുമായി ജനങ്ങളുമായി ജനകീയ സമരങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഒത്തിട്ട് നിരവധി തവണ ഓഫീസ് സ്ഥലത്ത് കയറി ഇറങ്ങുകയും അതിൻ്റെ പുരോഗതിയിലേക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യം വരികയും കുറേ ആൾക്ക് നേരെ നെഗറ്റീവായിട്ട് നിൽക്കുകയും ചെയ്തപ്പോൾ അതെല്ലാം പാളിപ്പോയി. അതുപോലെ തന്നെ പിന്നെ വന്നപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഫോറസ്റ്റിൽ കൂടെ റോഡ് വെട്ടാൻ പറ്റാത്ത നിയമങ്ങൾ വന്നു. അങ്ങനത്തെ ഒരുപാട് സാങ്കേതിക കാര്യങ്ങൾ വന്നു. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം പല പ്രാവശ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ കാട്ടിൽ കൂടെ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റുന്ന വഴികളുണ്ട്. അവിടെ ആ ശല്യങ്ങളൊക്കെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടാനും കൊണ്ടുപോകാനും ഏറ്റവും എളുപ്പമുള്ള പാതയാണ് ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ. ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റ്യാടി ഹോസ്പിറ്റലാണ്. അവിടത്തേക്ക് എത്തണമെങ്കിൽ 10-35 കിലോമീറ്ററോളം വരും. അപ്പോൾ ഈ വയനാട് റൂട്ട് കിട്ടുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു മാക്സിമം പോയാൽ ഒരു 10 കിലോമീറ്റർ കൊണ്ട് ആശുപത്രി, മറ്റ് വ്യാപാരങ്ങൾക്കെല്ലാം ഇത് യോജിക്കുമായിരുന്നു ഈ റൂട്ട്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ചുരം നിലനിർത്തിക്കൊണ്ട് തന്നെ യാത്രയ്ക്ക് ബദൽ റോഡ് പണിയുക തന്നെ വേണം. ചെലവ് കുറഞ്ഞതും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതും എളുപ്പത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതുമായ ഈ ബദൽ റോഡ് അടിയന്തരമായി യാഥാർത്ഥ്യമാക്കണമെന്നതാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുന്ന ആവശ്യം. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കഴിയില്ല. ഫോർ ദ പീപ്പിളിന്റെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി എത്തും. അതുവരേക്കും നമസ്കാരം.